അത് നമുക്ക് അങ്ങേറ്റൊരു എന്താണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒക്കെ അഭിമാനത്തിന്റെ വളരെ ഒരുപാട് വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരന് ബഹിരാകാശത്ത് എത്താൻ കഴിയുന്നത്. ഈ 40 വർഷത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ബഹിരാകാശത്ത് സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ശരിക്കും നമുക്കത് അതിൻ്റെയൊക്കെ പൂർണ്ണമായ ഗുണം നമുക്ക് ലഭിക്കാൻ സാധിച്ചില്ല എങ്കിലും വൈകിയെങ്കിലും ഈ സംഭവം എന്ന് പറയുന്നത് ശുഭാൻഷു ശുക്ലയുടെ ഈ ദൗത്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാൽവയ്പ് തന്നെയാണ് ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ സംബന്ധിച്ചിടത്തോളം, ബഹിരാകാശ ഗവേഷണത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഗഗൻയാൻ പദ്ധതി അതിൻ്റെ ഫുൾ ബേസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ ട്രയലുകളും വിജയകരമാണ്. അങ്ങനെ അതിൻ്റെ അപ്പോൾ അടുത്ത വർഷം 2026 മധ്യത്തോടുകൂടി അല്ലെങ്കിൽ 2026 അവസാനത്തോടുകൂടി ഗഗൻയാൻ വിക്ഷേപിക്കുമ്പോൾ ആ ടീമിൽ സ്പേസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടാവണം എന്നുള്ള കണക്കുകൂട്ടലിൽ നിന്നാണ്, എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ശുഭാൻഷു ശുക്ലയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഇതൊരു പ്രൈവറ്റ് ദൗത്യമാണ്. 500 കോടിയോളം നമ്മൾ മുടക്കിയിട്ടാണ് ഈ പോയിരിക്കുന്നത്. 14 ദിവസം അവിടെ കഴിഞ്ഞു. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. വളരെ വലിയ വിലപ്പെട്ട അറിവും അനുഭവങ്ങളുമായിട്ടുമാണ് ശുഭാൻഷു ശുക്ല ഇപ്പോൾ ഇന്ന് തിരികെ വന്നിരിക്കുന്നത്. ആ സ്പ്ലാഷ് ഡൗൺ ഒക്കെ ഞാൻ കണ്ടു. വളരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം വിചാരിച്ചത് മാതിരി യാതൊരു ഗ്ലിച്ചുമില്ലാതെ നടന്നു. ഇനിയും 7 ദിവസം അദ്ദേഹം അതിൻ്റെ നിരീക്ഷണത്തിലും അതിൻ്റെ ആ ഒരു ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക്, ഭൂമിയുടെ സാഹചര്യങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിനെ ഇങ്ങനെ 2 കൈയിലും പിടിച്ച് എടുത്തോണ്ടാണ് കൊണ്ടുപോകുന്നത്. ശരി, അവർക്ക് പെട്ടെന്ന് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ, ഭൂമിയുടെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതുമായിട്ട് ശരീരം യോജിക്കില്ല. അതിനതിൻ്റെതായ സമയമാണ്. ആ സമയമാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം തിരികെ ഇന്ത്യയിലേക്ക് വരും. അദ്ദേഹം നേടിയ അറിവും അനുഭവങ്ങളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. ആ അനുഭവങ്ങളൊക്കെ, ആ അറിവൊക്കെ വളരെ വലിയ മുതൽക്കൂട്ടാണ് നമ്മുടെ വരും കാലത്തിനും വരുംകാല ദൗത്യങ്ങൾക്കും. തീർച്ചയായും ഈ ശുഭാൻഷുവിന്റെ ബഹിരാകാശ യാത്ര ഇന്ത്യയുടെ ഈ ഗഗൻയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ഈ ആക്സിയം 4 ദൗത്യം, ഇതുമായി ബന്ധപ്പെട്ട ബഹിരാകാശ നിലയത്തിൽ തങ്ങിയപ്പോഴുള്ള ശുഭാൻഷുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് കൂടെ താങ്കൾക്ക് പറയാം. അദ്ദേഹം 60ഓളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് അവിടെ മുളപ്പിക്കുന്ന വിത്തുകൾ മുളപ്പിച്ച് ആ വിത്തുകൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എങ്ങനെ ഇവിടെ ഇനിയും അതെങ്ങനെയാണ്, അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, അത് ഭൂമിയിൽ തന്നെ പൂർണ്ണമായിട്ടും മുളപ്പിച്ച വിത്തുകളുമായി അതിനുള്ള വ്യത്യാസങ്ങൾ, അതിന്റെ ബയോളജിക്കൽ, അതിന്റെ മൈക്രോബയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബയോടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ എന്താണ്, അത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കൃഷിക്കും കൃഷിശാസ്ത്രത്തിനും ഒക്കെ പ്രയോജനപ്പെടുക എന്നുള്ളത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാര്യം ഭാരതം എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമാണ്. അപ്പോൾ ആ കാർഷിക രാജ്യത്ത് ഈ കൃഷിയിലുള്ള ഓരോ ഗവേഷണവും വളരെ പ്രധാനമാണ്. പിന്നെ അദ്ദേഹം നടത്തിയ അദ്ദേഹം ഏർപ്പെട്ട ഒരു ഗവേഷണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുമ്പോൾ നമ്മുടെ പേശികൾക്കും ജോയിന്റുകൾക്കും ഒക്കെ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ. കാര്യം നമ്മുടെ മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീറോ ഗ്രാവിറ്റിയിൽ കഴിയാൻ വേണ്ടിയല്ല, അത് ഭൂമിയിലെ ഗ്രാവിറ്റിയിൽ കഴിയാൻ വേണ്ടിയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗ്രാവിറ്റിയിൽ കഴിയാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മനുഷ്യ ശരീരം സീറോ ഗ്രാവിറ്റിയിൽ കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കാരണം എന്താ പറഞ്ഞാൽ ഇനിയും ഭാവിയിൽ മനുഷ്യന് ദീർഘകാലം ബഹിരാകാശത്ത് കഴിയേണ്ടി വരും. ദീർഘകാലം, വർഷങ്ങളോളം കഴിയേണ്ടി വരും. ഇനിയും ഇവരൊക്കെ സ്പേസ് എക്സ് ഒക്കെ ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അവിടെ പോയി വർഷങ്ങളോളം ചിലപ്പോൾ താമസിക്കേണ്ടി വരും. ചന്ദ്രനിലൊക്കെ പോയി വർഷങ്ങളോളം താമസിക്കേണ്ടി വരും. ആ ലെവലിലേക്കാണ് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നത്, ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ കണ്ടെത്തണം,
അതിൻ്റെ മുകളിലുള്ള ഗവേഷണങ്ങൾ നടത്തണം, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകണം, പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാവണം. അതൊക്കെ കുറെ കാലങ്ങളായിട്ട് ദീർഘകാലമായിട്ട് നടക്കുന്ന പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ തന്നെയാണത്. പക്ഷെ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യ നേരിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഗവേഷണങ്ങളുടെ ഭാഗമാകുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.